ഹായ് ഓൾ. അപ്പോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത് അതിപുരാതനമായിട്ടുള്ള കുറച്ച് സംസ്കാരങ്ങൾ അതുമായി ബന്ധപ്പെട്ടാണ് നോക്കാനായിട്ട് പോകുന്നത്. നമുക്ക് ബേസിക് ആയിട്ട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം. പണ്ടത്തെ കാലഘട്ടത്തിൽ, അതായത് പണ്ടത്തെ കാലഘട്ടത്തിൽ നമുക്ക് മൂന്ന് തരത്തിലുള്ള കാലഘട്ടമായിരുന്നു ഉണ്ടായിരുന്നത്. ഒന്നാമത് പാലിയോളിത്തിക് ഏജ്, രണ്ടാമത് മീസോളിത്തിക് ഏജ്, മൂന്നാമത് നിയോളിത്തിക് ഏജ്. പാലിയോളിത്തിക് ഏജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രാചീന ശിലായുഗം. മീസോളിത്തിക് ഏജ് എന്ന് പറഞ്ഞാൽ മധ്യശിലായുഗം. നിയോളിത്തിക്കൽ ഏജ് എന്ന് പറഞ്ഞാൽ നവീന ശിലായുഗം. അങ്ങനെയുള്ള മൂന്ന് തരത്തിലുള്ള ശിലായുഗങ്ങളായിരുന്നു നമുക്ക് മുമ്പ് ഉണ്ടായിരുന്നത്. അപ്പൊ നമുക്ക് അങ്ങനെയുള്ള മൂന്ന് തരത്തിലുള്ള ശിലായുഗങ്ങൾ ഉണ്ടായിരുന്നു. ഈ മൂന്ന് ശിലായുഗങ്ങളെ പറ്റിയിട്ട് പറഞ്ഞിട്ട് നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. അപ്പോ ആദ്യത്തെ ശിലായുഗമാണ് പ്രാചീന ശിലായുഗം. നമ്മൾ ഈ പിക്ചറിൽ കാണുന്നത് പോലെ ആയിരുന്നു ആളുകൾ എന്ന് പറഞ്ഞത്. അതായത് മൃഗങ്ങളുടെ തോലും കാര്യങ്ങളും യൂസ് ചെയ്തിട്ട് ആദ്യം അവരെന്ന് പറഞ്ഞാൽ ഇലകളാണ് യൂസ് ചെയ്തത്. അതായത് ശരീരം മറയ്ക്കാനായിട്ട് ഇലകൾ യൂസ് ചെയ്തു. പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ ആ ഒരു വെയിലത്ത് വാടിപ്പോകുന്നത് കണ്ട് അവരെന്ത് ചെയ്തു, ഇപ്പോ മരത്തോലുകളൊക്കെ യൂസ് ചെയ്തിട്ടായിരുന്നു അവർ ജീവിച്ചിരുന്നത്. അതേപോലെ തന്നെ ആദ്യ കാലഘട്ടങ്ങളിൽ അവർക്ക് പെയിന്റിംഗ് ഒക്കെ അറിയാറുണ്ട്. നമുക്ക് പാറകൾക്കിടയിലൊക്കെ അവർ പെയിന്റിങ് ചെയ്തിട്ടുണ്ട്. മൃഗങ്ങളെ വേട്ടയാടിയിട്ടായിരുന്നു അവർ ആഹാരമായിട്ട് ഭക്ഷിച്ചത്. അപ്പൊ ഈ ഒരു സ്റ്റേജ് ആയിരുന്നു പാലിയോളിത്തിക് ഏജ് എന്ന് പറയുന്നത്. അപ്പൊ പാലിയോളിത്തിക് ഏജ് എന്ന് പറയുമ്പോൾ പ്രാചീന ശിലായുഗത്തിലും മനുഷ്യർ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന ആളുകളായിരുന്നു. അതായത് അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന ആളുകളായിരുന്നു നമ്മുടെ മനുഷ്യന്മാരെന്ന് പറയുന്നത്. അപ്പൊ ഇവർക്ക് ഇവർക്ക് സ്ഥിരമായിട്ടുള്ള ഒരു വീടില്ല. ഇവർ ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടക്കും. കാണുന്ന വസ്തുക്കളെല്ലാം കഴിച്ച്, പഴങ്ങളെല്ലാം കഴിച്ച്, മൃഗങ്ങളെല്ലാം കഴിച്ച്, എല്ലാം കഴിച്ച് ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുകയാണ്. പക്ഷെ ഇത് വളരെയധികം ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു സമയമാണ്. ഇങ്ങനെ ഇവർ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന സമയത്ത് ഇവർക്ക് ഏത് നിമിഷം ഇവർക്ക് ആക്രമിക്കപ്പെടാം, അതേപോലെ തന്നെ അസുഖങ്ങളൊക്കെ വരാം. പക്ഷെ ഇവരിതൊന്നും ബോധർ ചെയ്യുന്നില്ല. ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന ഒരു സ്റ്റേജ് ആണ് പാലിയോളിത്തിക് ഏജ് എന്ന് പറയുന്നത്. അങ്ങനെ അതായിരുന്നു പാലിയോളിത്തിക് ഏജ് എന്ന് പറയുന്നത്. അലഞ്ഞു തിരിഞ്ഞ് നടക്കുക. അത് കഴിഞ്ഞുള്ളതെന്ന് പറയുമ്പോ എന്താണ്? അത് കഴിഞ്ഞ് വരുന്നതാണ് മീസോളിത്തിക് ഏജ്, അതായത് മധ്യശിലായുഗം. ഈ ഒരു സമയത്ത് ഇവർക്ക് കുറച്ചും കൂടി ബോധം വന്നു. ഇവരെന്ത് ചെയ്തു? തീ കണ്ടുപിടിച്ചു. തീ എങ്ങനെയാണ് കണ്ടുപിടിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ സമയത്ത് കാട്ടിൽ ഒരു തീപിടുത്തം ഉണ്ടായിരുന്നു. തീപിടുത്തം ഉണ്ടായപ്പോ അവർക്ക് എന്താണ്, കുറെ മൃഗങ്ങളുടെ വെന്ത മാംസം അവർ കാണുകയും അത് ഭക്ഷിക്കുകയും ചെയ്തു. അപ്പൊ അവരത് ടേസ്റ്റ് ഉണ്ടെന്ന് അവർക്ക് മനസ്സിലായി. അവരെന്ത് ചെയ്തു? തീ കണ്ടുപിടിച്ചു. നോക്കി, തീ വെച്ചിട്ടുള്ള രീതിയിലെ ഫുഡാണ് അവർ ഉണ്ടാക്കിയത്. നോക്കി, മീനുകളെല്ലാം എന്താണ് ചുട്ടു. അതേപോലെ തന്നെ എന്താണ്, ഈ അമ്പും വില്ലൊക്കെ യൂസ് ചെയ്തിട്ടായിരുന്നു അവര് ജീവിച്ചത്. തീയുടെ കണ്ടുപിടുത്തവും പിന്നെ അതേപോലെ തന്നെ മൈക്രോളിത്തിക് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ പണ്ടത്തെ അവരുടെ ആയുധം എന്തായിരുന്നു? കല്ലായിരുന്നു. കല്ലിന്റെ മൂർച്ചയൊക്കെ കൂട്ടിയിട്ട് അവരെന്ത് ചെയ്തു? നോക്ക്, കല്ലിന്റെ മൂർച്ച കൂട്ടുക അവര്. അപ്പൊ കല്ലിന്റെ മൂർച്ചയൊക്കെ കൂട്ടിയിട്ട് അവരെന്ത് ചെയ്തു? നല്ല നല്ല ആയുധങ്ങൾ ഉണ്ടാക്കി. ഇതാണ് മധ്യശിലായുഗത്തിന്റെ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. തീ കണ്ടുപിടിച്ചു. അതേപോലെ തന്നെ എന്താണ്, നമ്മുടെ അമ്പുകളുടെയൊക്കെ നമുക്ക് കല്ലുകളുടെ മൂർച്ച കൂട്ടി നല്ല നല്ല അമ്പുകളെല്ലാം ഉണ്ടാക്കി മൃഗങ്ങളെ വേട്ടയാടാൻ തുടങ്ങി. നമ്മൾ ആദ്യ കാലത്ത്, അതായത് പാലിയോളിത്തിക് ഏജിലും മീസോളിത്തിക് ഏജിലും മെയിൻ ആയിട്ടുള്ള ഫീച്ചേഴ്സ് എന്താന്ന് വെച്ചാൽ ഇവർ താമസിച്ചിരുന്നത് പർവ്വതങ്ങൾ, വലിയ വലിയ പർവ്വതങ്ങളുടെ ഒക്കെ അടിഭാഗത്തായിരുന്നു ഇവർ താമസിച്ചിരുന്നത്. അപ്പോ പാലിയോളിത്തിക്കൽ ഏജിലും മീസോളിത്തിക്കൽ ഏജിലും ഇവരുടെ ഫീച്ചേഴ്സ് എന്താണ്? ഇവര് വലിയ വലിയ പർവ്വതങ്ങളുടെ താഴെ അല്ലെങ്കിൽ നദികളുടെ സമീപത്തുമായിരുന്നു ഇവർ ജീവിച്ചത്. എന്തുകൊണ്ടാണ് ഇവർ വലിയ വലിയ പാറകൾക്കിടയിലും അതേപോലെ തന്നെ നദികളുടെ സമീപത്തും താമസിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവർക്ക് ആവശ്യമായിട്ടുള്ള ജലസേചനം, പിന്നെ അതേപോലെ തന്നെ എന്താണ്, ഈ മൃഗങ്ങൾ അവിടെ വെള്ളം കുടിക്കാൻ വരുമ്പോൾ അവരെ വേട്ടയാടാം, അതേപോലെ തന്നെ മീനുകളെ പിടിക്കാം. അതൊക്കെ കൊണ്ടാണ് അവർ എന്ത് ചെയ്യുന്നത്? നദീകരകൾ നോക്കിയത്. അതെല്ലാം കഴിഞ്ഞ് കുറച്ചുനാള് പോകുന്ന സമയത്ത് ആ എന്താ, നമ്മുടെ മൃഗങ്ങളെല്ലാം എന്താ അവസാനിച്ചു. അതായത് കാട്ടിലെ ഒരുവിധപ്പെട്ട മൃഗങ്ങളെല്ലാം ഇവരെന്ത് ചെയ്തു? കഴിച്ചു തീർന്നു. ലാസ്റ്റ് മൃഗങ്ങളൊന്നും കിട്ടാത്ത ഒരു സിറ്റുവേഷൻ എന്തായിരുന്നു ആ ഒരു സമയം ഉണ്ടായി. അപ്പൊ ഇവരെന്ത് ചെയ്തു? അഗ്രികൾച്ചർ സ്റ്റാർട്ട് ചെയ്തു. അതായത് ഇവര് കഴിച്ചിട്ട് ഏതോ ഒരു ചെടി മുളച്ചു വരുന്നത് അവർ കണ്ടു. അപ്പൊ കണ്ടിട്ട് അവരെന്ത് ചെയ്തു? കൃഷി ചെയ്യാനായിട്ട് തുടങ്ങി. അങ്ങനെയാണ് നിയോളിത്തിക്കൽ ഏജ് വരുന്നത്. നിയോളിത്തിക് ഏജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കൃഷിയുടെ ആരംഭം. അതായത് നവീന ശിലായുഗത്തിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ കൃഷിയുടെ ആരംഭം. പ്രാചീന ശിലായുഗം നമ്മൾ നോക്കി, മധ്യശിലായുഗം നോക്കി, നവീന ശിലായുഗമാണ് നമ്മൾ നോക്കുന്നത്. അപ്പൊ നവീന ശിലായുഗം എന്ന് പറയുമ്പോൾ കൃഷിയുടെ ആരംഭം സ്റ്റേജ് ആണ് ഈ നവീന ശിലായുഗത്തിൽ വരുന്നത്. അപ്പൊ അവരെന്ത് ചെയ്തു? കൃഷി ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്തു. അപ്പോഴും അവർ ചൂസ് ചെയ്ത സ്ഥലം എവിടെയാണ്? നമ്മുടെ നദികളുടെ സമീപത്താണ്. എന്തുകൊണ്ടാണ് ഇവർ നദികളുടെ സമീപത്ത് താമസിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നാമത് ജലസേചനം, രണ്ടതേ നോക്കിയ ബോട്ടിൽ കൂടെ അമ്മാവന്മാർ പോണാണല്ലോ ട്രേഡിങ്.
അതേപോലെ തന്നെ മത്സ്യബന്ധനം എല്ലാം കൊണ്ട്. പിന്നെ അതേപോലെ ഈ നദി എന്ന് പറഞ്ഞാൽ നദിയുടെ അകത്ത് നിന്ന് നല്ല രീതിയിൽ എക്കൽ മണ്ണുണ്ട്. എക്കൽ മണ്ണ് എവിടെ നിക്ഷേപിക്കും? കരയിൽ നിക്ഷേപിക്കും. അവിടെ അങ്ങനെ കൃഷി ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ വിളവ് കിട്ടും. ഇതൊക്കെയാണ് ഇവിടെ മെയിൻ ആയിട്ടുള്ള ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. എല്ലാവരും നദിക്കരയിൽ എന്തുകൊണ്ട് കൃഷി ചെയ്തു എന്ന് ചോദിക്കാനുള്ള കാര്യം ഇതൊക്കെയാണ്. അങ്ങനെ എന്ത് ചെയ്തു? അവര് കുറച്ച് നാള് നദിയുടെ കരയിലൊക്കെ നിന്ന് കൃഷിയൊക്കെ ചെയ്ത് അങ്ങനെ ജീവിച്ച് മുമ്പോട്ട് പോയി. അങ്ങനെ കുറച്ചു നാള് കഴിഞ്ഞു. അങ്ങനെ അതാണ് ഇനി നമുക്ക് പഠിക്കാനുള്ള പേജിലേക്ക് വരാം. ഇത് ഇത്രയും നമ്മുടെ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. ഇനി നമുക്ക് പഠിക്കാനായിട്ടുള്ളത് എന്ന് പറയുമ്പോൾ ഒന്നാമത് വരുന്നത് അതിപുരാതന ലോകം. പണ്ടത്തെ കാലഘട്ടത്തെ പറ്റിയിട്ടാണ് പറയുന്നത്. നമ്മൾ പറഞ്ഞു ആദ്യ കാലം പാലിയോളിത്തിക്കൽ ഏജ്, മീസോളിത്തിക്കൽ ഏജ്, നിയോളിത്തിക് ഏജ്. നിയോളിത്തിക്കൽ ഏജിന്റെ പ്രത്യേകത എന്തോന്നാണ്? അവരെന്ത് കണ്ടുപിടിച്ചു? അവര് കൃഷിയും കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്തു. ആ സമയത്ത് അവര് ലോഹങ്ങൾ ഉപയോഗിച്ചിരുന്നു. ഈ നിയോളിത്തിക്കൽ ഏജിന്റെ അവസാനത്തെ ഭാഗത്തോടു കൂടി ഇവർ എന്ത് ചെയ്തു? ലോഹങ്ങൾ എന്ന് വെച്ചാൽ മെറ്റീരിയൽസ് ആണ് ഉദ്ദേശിക്കുന്നത്. ഇവർ കുറച്ച് മെറ്റീരിയൽസ് യൂസ് ചെയ്യാൻ തുടങ്ങി. ആദ്യമായിട്ട് അവർ എന്ത് കണ്ടുപിടിച്ചു? ചെമ്പ് കണ്ടുപിടിച്ചു. അപ്പം നിയോളിത്തിക്കൽ ഏജിലാണ് അവർ എന്ത് ചെയ്തത്? ലോഹങ്ങൾ ഉപയോഗിക്കാനായിട്ട് തുടങ്ങിയത്. ഫസ്റ്റ് അവർ ചെമ്പ് കണ്ടുപിടിച്ചു. അങ്ങനെ ചെമ്പും വെളുത്തീയവും കൂടെ ഉരുക്കി അവർ വെങ്കല ലോഹം ഉണ്ടാക്കി. അപ്പൊ അവരെന്തൊക്കെ ചെയ്തു? ആദ്യം അവർ ചെമ്പ് കണ്ടുപിടിച്ചു. ചെമ്പും വെങ്കലവും കൂടെ ഉരുക്കി അവർ എന്തുണ്ടാക്കി? വെങ്കല യോഗ സങ്കരയനം ഉണ്ടാക്കി. അങ്ങനെയാണ് വെങ്കല യുഗം തുടങ്ങിയത്. നിയോളിത്തിക്കൽ ഏജിന്റെ അവസാന കാലഘട്ടത്തിലാണ് വെങ്കല യുഗം സ്റ്റാർട്ട് ചെയ്തത്. ആദ്യം അവർ ചെമ്പ് കണ്ടുപിടിച്ചു. ചെമ്പും വെളുത്തീയവും കൂടെ ഉരുക്കി എന്തുണ്ടാക്കി? വെങ്കലം ഉണ്ടാക്കി. അങ്ങനെ നമ്മളെ വെങ്കല ലോഹ സങ്കരം കണ്ടുപിടിച്ചു. ഇനി അടുത്ത് നമുക്ക് നോക്കാനായിട്ടുള്ളതെന്ന് വെച്ചാൽ കുറേ സംസ്കാരങ്ങളാണ്. കുറേ സംസ്കാരങ്ങളാണ്. അതായത് നദിക്കരയിൽ രൂപപ്പെട്ട കുറേ സംസ്കാരങ്ങളാണ്. എന്തുകൊണ്ടാണ് നദിക്കരയിൽ രൂപപ്പെട്ടതെന്നുള്ളത് നമ്മൾ നേരത്തെ പറഞ്ഞു. കാരണം അവർക്ക് കൃഷി ചെയ്യാനും അതേപോലെ തന്നെ ജലസേചനത്തിനും ട്രാവലിങ്ങിനും എന്തുകൊണ്ടും പറ്റിയ സ്ഥലം എവിടെയാണ്? നമ്മുടെ ഈ ഒരു നദികളുടെ സമീപത്താണ്. ആദ്യമായി അവരുണ്ടാക്കിയ സംസ്കാരമാണ് മെസപ്പൊട്ടോമിയൻ സംസ്കാരം. മെസപ്പൊട്ടോമിയൻ സംസ്കാരം എന്തോന്നാണ്? നമ്മൾ പറഞ്ഞു ഇറാഖിലെ ടൈഗ്രിറ്റീസും യൂഫ്രട്ടീസും നദികൾക്ക് ഇടയിലുള്ള ഒരു പ്രദേശമാണ് മെസപ്പൊട്ടോമിയ. മെസപ്പൊട്ടോമിയ എവിടെയുള്ള പ്രദേശമാണ്? ഇറാഖിലെ ടൈഗ്രിറ്റീസ്, യൂഫ്രട്ടീസ് എന്നിങ്ങനെ രണ്ട് നദിയുടെ ഇടയിലുള്ള സ്ഥലമാണ് മെസപ്പൊട്ടോമിയ എന്ന് പറഞ്ഞ സ്ഥലം. ആ ഒരു സ്ഥലത്തിലാണ് അവർ എന്ത് ചെയ്തത്? ആദ്യമായിട്ടുള്ള ഒരു സംസ്കാരം കണ്ടെത്തിയിട്ടുള്ളതാണ് നമ്മുടെ മെസപ്പൊട്ടോമിയൻ സംസ്കാരം. ഒന്നുമില്ല, ഈ രണ്ട് നദികളുടെ ഇടയിൽ കുറച്ച് ആളുകൾ താമസിച്ചു. അവർക്ക് അവരുടേതായിട്ടുള്ള സംസ്കാരം ഉണ്ടായിരുന്നു, അവരുടേതായിട്ടുള്ള ലിപി ഉണ്ടായിരുന്നു. അവരുടെ ലിപി എന്തോന്നായിരുന്നു? ക്യൂണിഫോം എന്ന് പറഞ്ഞ ഒരു ലിപിയായിരുന്നു അവർക്ക് ഉണ്ടായിരുന്നത്. അവർക്ക് പ്രത്യേക സംസ്കാരവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? മെസപ്പൊട്ടോമിയൻ സംസ്കാരം എന്ന് പറയുന്നത്. അതിൽ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ അവരുടെ നഗരമാണ്. ഈ മെസപ്പൊട്ടോമിയയിലെ ആളുകൾക്ക് ഇന്ത്യയുമായിട്ട് വരെ ട്രേഡ് ബന്ധം ഉണ്ടായിരുന്നു അന്നത്തെ കാലഘട്ടത്തിൽ. കാരണം എന്താണ്? നദികളുടെ സമീപത്തായതുകൊണ്ട് തന്നെ ട്രേഡിങ്ങും കാര്യങ്ങളൊക്കെ എളുപ്പത്തിന് നടക്കും. അതുകൊണ്ട് പിന്നെ അവർ യൂസ് ചെയ്തതെന്ന് പറയുമ്പോൾ എന്താണ്? അവർ കന്നുകാലികളെ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു, കുതിരകളെ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു, അതേപോലെ തന്നെ ചരക്ക് വണ്ടികൾ ഉണ്ടായിരുന്നു. അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ എന്താണ് അവർക്ക് ഉണ്ടായിരുന്നു. അവർക്ക് വലിയ വലിയ ഗോപുരങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്നാ പറയുന്നത്. അതാണ് നമ്മുടെ മെസപ്പൊട്ടോമിയൻ സംസ്കാരം എന്ന് പറയുന്നത്. രണ്ടാമത് വരുന്നത് ഈജിപ്ഷ്യൻ സംസ്കാരം. ഈജിപ്റ്റ് എന്തെന്നറിയാം? ഈജിപ്ത് എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ എന്താ ഓടി വരുന്നത്? നമ്മുടെ ഫറവോ ആണല്ലേ, നമ്മുടെ രാജാവ്, പിന്നെ മമ്മി, അതൊക്കെയല്ലേ ഓടി വരുന്നത്. ഇതൊക്കെ തന്നെ സംഭവം. അപ്പൊ ഈജിപ്ഷ്യൻ സംസ്കാരം എന്ന് പറയുമ്പോൾ നമ്മുടെ ഈജിപ്തിന്റെ ഒരു നദിയുണ്ട്. ഈജിപ്ഷ്യൻ നദിയുടെ പേരാണ് നമ്മുടെ നൈൽ നദി എന്ന് പറയുന്നത്. അപ്പൊ ഈജിപ്തിന് നൈൽ നദി കേട്ടിട്ടില്ല? നല്ല ലോങ്സ്റ്റ് ആയിട്ടുള്ള നദി എന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. നല്ലൊരു ഒരു നദിയാണ് നമ്മുടെ നൈൽ എന്ന് പറയുന്നത്. അപ്പൊ ആ നൈലിന്റെ തീരത്ത് രൂപം കൊണ്ട ഒരു സംസ്കാരമാണ് ഈജിപ്ഷ്യൻ സംസ്കാരം എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ് നൈലിന്റെ അടുത്ത് ഈ സംസ്കാരം ഉണ്ടായത്? വളരെ ഫലഭൂഷ്ടിയുള്ള മണ്ണായിരുന്നു നൈൽ നദീന്റെ അടുത്ത് ഉണ്ടായിരുന്നത്. അവിടെയുള്ള രാജാവിനെ നമ്മൾ എന്തെന്ന് പറയും? ഫറവോ എന്ന് പറയുന്നു. അപ്പൊ ആ കാലഘട്ടത്തില് എന്താണ് നമ്മുടെ നൈലിന്റെ സമീപത്ത് രൂപം കൊണ്ടിട്ടുണ്ടായിരുന്ന സംസ്കാരമാണ് ഈജിപ്ഷ്യൻ സംസ്കാരം. നൈലിന്റെ ആ സ്ഥലത്ത് ഈജിപ്തിലെ രാജാവിന്റെ പേര് ഫറവോ എന്നാണ്. രാജാക്കന്മാരെ ഫറവോസ് എന്നാണ് അവർ വിളിച്ചിരുന്നത്. ഓക്കെ, അപ്പോ ഫറവോയുടെ മെയിൻ ആയിട്ടുള്ള വരുമാനം എന്ന് വെച്ച് കഴിഞ്ഞാൽ മന്ത്രിമാരും ഓഫീസർമാരെയും കൊണ്ടിട്ട് അവിടെയുള്ള ആളുകളുടെ കയ്യിൽ നിന്ന് എന്ത് പിരിക്കാം? നികുതി പിരിക്കാണ്. അപ്പം നികുതി പിരിവാണ് ഫറവോന്റെ മെയിൻ ആയിട്ടുള്ള ഇൻകോ എന്ന് പറയുന്നത്. അപ്പൊ ആ ഒരു സ്ഥലത്ത് എന്ന് വെച്ചാൽ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് അവർ കൊടുത്തിരുന്നത് പുരോഹിതന്മാർക്കാണ്. പുരോഹിതന്മാരെ കഴിഞ്ഞിട്ട് ആരുള്ളൂ? രാജാക്കന്മാരുള്ളൂ. അത് കഴിഞ്ഞിട്ട് ജനങ്ങളുള്ളൂ. ഈ പുരോഹിതന്മാരാണ് രാജാക്കന്മാരെയൊക്കെ ഡിസൈഡ് ചെയ്യുന്നത്. അപ്പൊ അവർക്ക് മാത്രമല്ല, അവർക്ക്
നിരവധി ദൈവങ്ങൾ ഉണ്ടായിരുന്നു. പിന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ് പിരമിഡ്. എന്താ പിരമിഡ്? അതായത് അവിടെയുള്ള രാജകുടുംബത്തിൽപ്പെട്ട ആരെങ്കിലും മരിച്ചു കഴിഞ്ഞാൽ അവരെ എന്താണ് അവരെ അടക്കം ചെയ്യുന്നത് എവിടെയാണ്? നമ്മുടെ പിരമിഡുകൾക്കുള്ളിലാണ് അടക്കം ചെയ്യുന്നത്. അത് മാത്രമല്ല ആ പിരമിഡിക്കുള്ളിൽ ഈ രാജാവിന് ഇഷ്ടപ്പെട്ട വസ്തുവകകൾ എല്ലാം ഉണ്ട്. ഇപ്പൊ ഇഷ്ടപ്പെട്ട സ്ത്രീകളായാലും ശരി, ഇഷ്ടപ്പെട്ട പൂച്ച, പട്ടി എന്തൊക്കെ ഉണ്ടോ അതൊക്കെ എന്തായാലും അതിനകത്ത് ഉണ്ടായിരിക്കും. ഇവർ മരണാനന്തര ജീവിതത്തിൽ വിശ്വസിക്കുന്ന ആളുകളാണ്. അത് ഓർത്തു വെക്കുക. ഇവിടെ ലിപി വരുന്ന ഹൈഡ്രോഗ്ലിഫിക്സ് എന്ന് പറഞ്ഞ ലിപിയാണ് ഇവിടെ ലിപി ആയിട്ട് വരുന്നത്. സോ ഇത്രയും കാര്യങ്ങൾ ഓർത്തു വെക്കുക. അപ്പൊ നമ്മുടെ ഈജിപ്ഷ്യൻ സംസ്കാരത്തിലെ നമ്മുടെ രാജാവിനെ നമ്മൾ ഫറവോ എന്നാണ് പറയുന്നത്. ഈ ഫറവോയെ നിയമിക്കുന്ന ആരാണ്? നമ്മുടെ പുരോഹിതന്മാരാണ്. ഇവർക്ക് നിരവധി ദൈവങ്ങളുണ്ട്. അതേപോലെ തന്നെ അവിടെ ലിപി എന്ന് പറഞ്ഞ ഹൈഡ്രോഗ്ലിഫിക്സ് ലിപിയാണ്. പിന്നെ മാത്രമല്ല ഇവർ മരണാനന്തര ജീവിതത്തിൽ വിശ്വസിക്കുന്ന ആളും കൂടിയാണ്. ഓക്കെ, ഫൈൻ. ഇനി നെക്സ്റ്റ് നമുക്ക് നോക്കാനായിട്ടുള്ളത് ചൈനീസ് സംസ്കാരമാണ്. ചൈനീസ് സംസ്കാരം എവിടെയാണ് ഉണ്ടായത്? ഹുവാങ്ഹോ എന്ന താഴ്വരയിലാണ്. ചൈനയിലെ ഹുവാങ്ഹോ എന്ന് പറഞ്ഞ താഴ്വരയിലാണ്. എന്തുകൊണ്ടാണ്? നമ്മൾ ആദ്യം തൊട്ടേ പറഞ്ഞു. ഒരു ക്വസ്റ്റ്യൻ ചിലപ്പോൾ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. എന്തുകൊണ്ടാണ് ഈ നദീതീരങ്ങളിൽ സംസ്കാരം ഉണ്ടായത്? നമ്മൾ ആദ്യം തൊട്ടേ പറഞ്ഞു. കാരണം ഫലഭൂഷ്ടിയുള്ള മണ്ണാണ്, ജലസേചനം, അവർക്ക് ആവശ്യമായിട്ടുള്ള വെള്ളത്തിന്, അതിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അത് ഓർത്തു വെച്ചാൽ നന്നായിരിക്കും. അപ്പൊ ഓർത്തു വെക്കുക. ആദ്യം ഷുവാങ്ഹു എന്ന് പറഞ്ഞ താഴ്വരയിൽ കുറച്ച് ആളുകൾ ചേർന്നാണ് എന്ത് ചെയ്തത്? ചൈനീസ് സംസ്കാരം സ്റ്റാർട്ട് ചെയ്തത്. അപ്പൊ നമ്മുടെ എല്ലാ സംസ്കാര പോലെ ഉള്ളതുപോലെ തന്നെ ഷാഗ് വംശത്തിൽപ്പെട്ട കുറച്ച് ആളുകളാണ് എന്ത് ചെയ്തത്? അവിടെ ഭരിച്ചിരുന്നത് ആദ്യം. അങ്ങനെ ഭരിച്ചിരുന്ന സമയത്ത് എന്താണ്? അവർക്ക് കല ഉണ്ടായിരുന്നു, അവർക്ക് കുറെ സംസ്കാരങ്ങളും കുറെ കാര്യങ്ങൾ അവർക്ക് അവരുടേതായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടായിരുന്നു. അപ്പം ചൈനീസിലെ ഹുവാങ്ഹോ എന്ന് പറഞ്ഞ താഴ്വരയിലാണ് ഫസ്റ്റ് ചൈനീസ് സംസ്കാരം രൂപം കൊണ്ടത്. അവിടെ എന്ന് പറഞ്ഞാൽ ഒരു കൂട്ടം ഷാഗ് വംശകരായിരുന്നു ആദ്യം ഉണ്ടായിരുന്നത്. അപ്പം ഇവന്മാരുടെ മെയിൻ ആയിട്ടുള്ള പരിപാടി എന്താണ്? ഇവർക്ക് കലയുണ്ടായിരുന്നു, സംസ്കാരം ഉണ്ടായിരുന്നു. അങ്ങനെ അവന്മാർ ജീവിച്ചു വന്ന സമയത്ത് എന്താണ്? ഷോവൂസ് വംശകർ ആ ഒരു പ്രദേശത്തേക്ക് എത്തുകയാണ്. മിക്കവാറും അവര് കച്ചവടത്തിനോ അതും അല്ലാന്നുണ്ടെങ്കിൽ ഓരോ സാധനങ്ങൾ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് വരുന്ന വഴിയിലായിരിക്കും ഈ എന്ത് ചെയ്തു? ഷാഗ് വംശകരെ ഷോവൂസ് വംശകർ കണ്ടു. രണ്ടുപേരും നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ ഷോവൂസ് വംശകരുടെ കയ്യിലാണ് എന്തുണ്ടായിരുന്നത്? അധികാരങ്ങളും പിന്നെ അതേപോലെ തന്നെ ആളുകളും ഒക്കെ കൂടുതൽ ആർക്കായിരുന്നു? ഷോവൂസ് വംശകർക്കായിരുന്നു. ഇവരെന്ത് ചെയ്തു? ഷാഗ് വംശത്തെ പരാജയപ്പെടുത്തിയിട്ട് ഷോവൂസ് എന്ന് പറഞ്ഞ പുതിയൊരു വംശം അവിടെ ഉണ്ടായി. അപ്പൊ നമ്മൾ പറയുന്നത് ഷാഗ് വംശമായിരുന്നു ആദ്യം എന്ത് ചെയ്തു? ഹുവാങ്ഹോ താഴ്വരയിൽ ജീവിച്ചുകൊണ്ടിരുന്നത്. ആ സമയത്ത് ഷോവൂസ് എന്ന് പറഞ്ഞ ഒരു വംശകർ എന്ത് ചെയ്തു? നമ്മുടെ ഷാഗ് വംശകരുടെ അടുത്ത് വന്നു. അതായത് അവര് എന്തോ കച്ചവടത്തിനോ സാധനങ്ങൾ വാങ്ങിക്കാൻ വേണ്ടിയിട്ടൊക്കെ ആയിരിക്കും വരുന്നത്. ആ വരുന്ന വരിയിൽ ആരെ കണ്ടു? നമ്മുടെ ഷോവൂസ് വംശകരെ കണ്ടു. കണ്ടു കഴിഞ്ഞപ്പോ തന്നെ എന്ത് ചെയ്തു? ഇവര് തമ്മിൽ ഒരു ഫൈറ്റ് ഉണ്ടായിട്ട് ആര്? ഷാഗ് വംശം തോറ്റ് ഷോവൂസ് വംശം അധികാരത്തിൽ വന്നു. ഇവരെന്തൊക്കെ ചെയ്തു എന്ന് വെച്ചാൽ ഇനി ഒരാളും വന്ന് നമ്മളെ ആക്രമിക്കാൻ വേണ്ടി പാടില്ല എന്ന് കരുതി അവരെന്ത് ചെയ്തു? ഇരുമ്പ് കണ്ടു. ഇരുമ്പ് എന്ന് പറഞ്ഞ സാധനം ആ സമയത്ത് അവർക്ക് കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു. അത് വച്ചിട്ട് എന്ത് ചെയ്തു? കോട്ടകളും മതിലും ഒക്കെ ഉണ്ടാക്കി. ഇനി ആരും നമ്മളെ അങ്ങനെ എന്താ നമ്മളെ അങ്ങനെ ഉപദ്രവിക്കാൻ വരണ്ടാന്ന് കരുതിയിട്ട് അവർ ഷോവൂസ് വംശകരാണ് ഇരുമ്പ് കൊണ്ട് കോട്ടകളും മതിലുകളൊക്കെ ഉണ്ടാക്കിയത്. അങ്ങനെ വെങ്കല യുഗം അവസാനിച്ചു. കാരണം എന്താണ്? ഇരുമ്പ് വന്നപ്പം വെങ്കലത്തിനെക്കാട്ടിയും കൂടുതൽ കാഠിന്യമേറിയ ഒരു ലോഹം എന്ന് പറയുന്നത് ഇരുമ്പാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ എന്ത് ചെയ്തു? വെങ്കലം ഉപയോഗിക്കുന്നവരുടെ എണ്ണം കുറഞ്ഞു. അങ്ങനെ വെങ്കല യുഗം എന്ത് ചെയ്തു? അതോടുകൂടി അവസാനിച്ചു. ഇതാണ് ചൈനീസ് സംസ്കാരത്തിൽ വരുന്നത്. ഇനി നമുക്ക് നോക്കാനായിട്ടുള്ളത് സിന്ധു നദിയുടെ സംസ്കാരം. എന്താണ് സിന്ധു നദി? അതായത് സിന്ധു എന്ന് പറഞ്ഞ ഒരു പെണ്ണ് എന്താ കുളിച്ചുകൊണ്ടിരുന്ന സമയത്ത് സംസ്കാരം ഇല്ലാത്തവൻ തിരിഞ്ഞു നോക്കി, അതല്ല സിന്ധു നദി സംസ്കാരം. സിന്ധു നദി സംസ്കാരം എന്ന് പറയുന്നത് അതിനെ വേറൊരു പേരാണ് ഹരപ്പൻ സിവിലൈസേഷൻ എന്ന് പറയുന്നത്. അതായത് കുറെ സ്ഥലങ്ങളിൽ ഈ ഒരു സംസ്കാരം വ്യാപിച്ചു കിടക്കുന്നുണ്ട്. അപ്പൊ പണ്ട് പാകിസ്ഥാന് അതില് എന്താ റെയിൽവേ പാളത്തിന്റെ പണി നടക്കായിരുന്നു. ആ സമയത്ത് എന്ത് ചെയ്തു? ഒരു സ്ഥലത്ത് നിന്ന് കുറെ ബേൺഡ് ആയിട്ടുള്ള ബ്രിക്സ് കിട്ടി. അതായത് നല്ല ചുട്ടെടുത്ത നല്ല കല്ലുകൾ എന്താണ് ആ ഒരു സ്ഥലത്ത് നിന്ന് കിട്ടും. ഇത് കിട്ടിയ സമയത്ത് എന്താണ് അവർക്ക് ഡൗട്ട് തോന്നി, ഇതെന്താ ഇവിടെ ഇങ്ങനെ കിട്ടിയതെന്ന് പറഞ്ഞു. അങ്ങനെ അവർ കുറച്ച് കുഴിച്ചു. അങ്ങനെ കുഴിച്ച് അവസാനം അവർക്ക് മനസ്സിലായി അവിടെ എന്ന് പറഞ്ഞാൽ പണ്ട് ഒരു സിവിലൈസേഷൻ ഉണ്ടായിരുന്നു. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഹരപ്പൻ സിവിലൈസേഷൻ എന്ന് പറയുന്നത്. കിടിലം സിവിലൈസേഷൻ ആയിരുന്നു. ഹരപ്പയിലെ ആളുകൾ എന്ന് വെച്ചാൽ അമ്മാതിരി ഇന്റലിജന്റ് ആയിട്ടുള്ള ആളുകളായിരുന്നു. ഇപ്പോഴത്തെ ആളുകളെ പോലെ അല്ല, നമ്മളെ ആളുകളെ പോലെ അല്ല. അന്ന് നമ്മൾ യൂസ് ചെയ്യുന്ന പല കാര്യങ്ങളും പണ്ട് അവർ ഉപയോഗിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. ചരിത്രം പഠിക്കുമ്പോൾ നമുക്ക് ആ കാര്യങ്ങളൊക്കെ കുറച്ചും കൂടി നന്നായിട്ട് മനസ്സിലാക്കാനായിട്ട് പറ്റും. അവരുടെ മെയിൻ ആയിട്ടുള്ള പരിപാടിയാണ് നഗരാസൂത്രണം. നഗരാസൂത്രണം എന്ന് വെച്ചാൽ അവർക്ക് നല്ല രീതിയിൽ വലിയ വലിയ നഗരങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. ഞാൻ കാണിച്ചു തരാം നഗരങ്ങള്.
അവരുടെ നഗരാസൂത്രണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ ഒരു കിടിലം സാധനമായിരുന്നു. കാരണം അവർക്ക് വലിയ വലിയ നഗരങ്ങളായിരുന്നു എന്താണ് അവർക്ക് ഉണ്ടായിരുന്നത്. മാത്രമല്ല അവർ ബിസി ലൈഫ്, ഇതാണ് അവരുടെ നഗരം എന്ന് പറയുന്നത്. ജസ്റ്റ് ഗൂഗിളിൽ നിന്ന് എടുത്ത പിക്ചറാണ്. ഇത് നോക്കിയേ, കിടില സ്ഥലമല്ലേ. ഇവർക്കെന്ന് വെച്ചാൽ വലിയ നഗരമായിരുന്നു ഉണ്ടായിരുന്നത്. ഇവിടെ എല്ലാവരും ബിസി ആയിട്ടുള്ള ആളുകളായിരുന്നു. കാരണം എല്ലാവർക്കും ഓരോ കഴിവുണ്ടായിരിക്കും. കുറച്ച് പേര് എന്ത് ചെയ്യും, പാത്രങ്ങൾ നിർമ്മിക്കുന്നുണ്ട്. കുറച്ച് പേര് എന്ത് ചെയ്യുന്നുണ്ട്, കച്ചവടം ചെയ്യുന്നുണ്ട്. ഒരു പണിയില്ലാത്തവർ എന്ത് ചെയ്യുന്നു, ഓരോ സാധനങ്ങൾ കണ്ടുപിടിക്കാനായിട്ട് പോകുന്നുണ്ട്. അങ്ങനെ എല്ലാവരും ബിസി ആയിരുന്നു. അങ്ങനെ ബിസി ലൈഫായിരുന്നു ഹരപ്പയിലുള്ള ആളുകൾ എന്ന് പറയുന്നത്. അത് മാത്രമല്ല അവരെ കാലഘട്ടത്തിൽ അവർ എന്ത് കണ്ടുപിടിച്ചു, ഈ വെയിറ്റിംഗ് മെഷീൻ എന്ന് പറഞ്ഞ സാധനം കണ്ടുപിടിച്ചു. ഓരോ സാധനവും വെയിറ്റും കാര്യങ്ങളൊക്കെ നോക്കാനായിട്ടുള്ള ഒരു വെയിറ്റിംഗ് മെഷീൻ അവർ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു. മാത്രമല്ല ഇതാണ് അവരുടെ ഗ്രേറ്റ് പാത്ത് എന്ന് പറയുന്നത്. കാരണം നമുക്ക് ഹൈജീൻ മാക്സിമം നല്ല രീതിയിൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ആളായിരുന്നു. നമ്മൾ ഇവിടെയുള്ള ആളുകളെ പോലെ അല്ല. അവരെന്ന് വെച്ചാൽ 2-3 നേരമൊക്കെ കുളിക്കുന്ന ആള്, നല്ല രീതിയിൽ ഹൈജീൻ നോക്കുന്ന ആളായിരുന്നു. അതുകൊണ്ട് തന്നെ അവരുടെ വീട്ടിനകത്തേക്ക് ഈ വെള്ളം വരുന്നതിനും വെള്ളം പോകുന്നതിനുമുള്ള ഡ്രെയിനേജ് സിസ്റ്റം ഒക്കെ ഉണ്ടായിരുന്നു. കിടിലം ആളുകളായിരുന്നു അന്നത്തെ ഹരപ്പയിലുള്ള ആളുകൾ എന്ന് പറയുന്നത്. അന്നത്തെ ഹരപ്പന്റെ സൈറ്റ് എന്ന് വെച്ചാൽ അതേ നോക്കിക്കേ, ഇത്രയും സ്ഥലങ്ങളിലോട്ട് വ്യാപിച്ചിട്ടുണ്ട്. ഹരപ്പ, ബാൻവെൽ, അതേപോലെ തന്നെ കലിബംഗാൻ, മോഹൻജദാരോ, ലോഥൽ, അങ്ങനെയുള്ള കുറേ സ്ഥലങ്ങളിലേക്ക് എന്താണ് വ്യാപിച്ചിട്ടുണ്ട്. ഇന്ത്യയിലെ ഹരപ്പയുടെ സൈറ്റ് ഏതൊക്കെയാണെന്ന് ചോദിക്കും. അപ്പൊ എന്താ നോക്കി വെച്ചേക്കേ, നോക്കി ഇന്ത്യയിൽ വരുന്ന ഹരപ്പയുടെ സൈറ്റ് ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നോക്കി വെച്ചേക്ക കേട്ടോ. ഇനി അടുത്തെന്ന് പറയുമ്പോ എന്താണ്, ഇവർക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ, ഞാൻ പറഞ്ഞു ഇവർക്ക് ആ ഒരു സമയത്ത് ഇവർക്ക് പരുത്തിയെ പറ്റിയിട്ടുള്ള അറിവുണ്ടായിരുന്നു. കാരണം അവർക്ക് നല്ല രീതിയിൽ വസ്ത്രങ്ങൾ യൂസ് ചെയ്തിട്ടുണ്ട്. അവിടെ മെയിൻ ആയിട്ടുള്ള മൃഗങ്ങൾ എന്ന് പറയുമ്പോ പശു, ആട്, ചെമ്മരിയാട്, കാള, നായ, പൂച്ച, ഒട്ടകം, ഇങ്ങനെയുള്ള ഐറ്റംസ് ആയിരുന്നു അവിടെ മെയിൻ ആയിട്ടുള്ള ഒരു മൃഗങ്ങൾ എന്ന് പറയുന്നത്. മാത്രമല്ല അവർ വ്യാപാരത്തിനും വാണിജ്യത്തിനും നല്ല രീതിയിൽ ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നു. അവർ കരകൗശല വർക്ക് ഒക്കെ ചെയ്തിട്ടുണ്ട്. കരകൗശലം എന്ന് വെച്ചാൽ ഹാൻഡിക്രാഫ്റ്റ് ഉണ്ടല്ലോ, അങ്ങനെയുള്ള കാശ്മീർ ഷോള് പോലുള്ള കുറെ ഐറ്റംസ് ഒക്കെ അവർ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. ഞാനത് കാണിച്ചു തരാം. അങ്ങനെയുള്ള കിടിലായിട്ടുള്ള ഒരു സിവിലൈസേഷൻ ആണ് ഹാരപ്പൻ സിവിലൈസേഷൻ എന്ന് പറയുന്നത്. പിന്നെ ഈ ഒരു സിവിലൈസേഷൻ എങ്ങനെയാണ്, ഇത് അവരുടെ ഡാൻസിങ് ഗേളാണ്, ഇവർ ക്രാഫ്റ്റ് വർക്ക് ആണ്, ഡാൻസിങ് ഗേൾ ആണ് കേട്ടോ. അതേപോലെ തന്നെ ഇത് അവരുടെ ഒരു പ്രീസ്റ്റ് ആണ് കേട്ടോ. ഈ പ്രീസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സമയത്ത് ഞാൻ നോക്കിക്കേ, ഷോൾ കൊണ്ട് പൊതിഞ്ഞിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ ബിയേർഡ് ആയിട്ടുള്ള ഒരു മനുഷ്യനാണ്. പാതി മടങ്ങി, കണ്ണെന്ന് വെച്ചാൽ പാതി അടഞ്ഞ ഒരു മെഡിറ്റേറ്റീവിൽ ഇരിക്കുന്ന ഒരാളാണ്. അങ്ങനെ കുറച്ച് കാര്യമുണ്ട്. ഇനി അടുത്ത് ഇത്രയും കിടിലമായിട്ടുള്ള സിവിലൈസേഷൻ എങ്ങനെയാണ് എൻഡ് ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നാമത്തെ കാര്യം നമുക്ക് അറിഞ്ഞുകൂടാ. രണ്ടാമത് വരുന്നത് ചിലപ്പം നദിയുടെ കരയിലായതുകൊണ്ട് സിന്ധുവിന്റെ അടുത്തായതുകൊണ്ട്, ഇൻഡസിന്റെ അടുത്തായതുകൊണ്ട് എന്ത് ചെയ്യാം, മിക്കവാറും വെള്ളപ്പൊക്കം വന്നിട്ടായിരിക്കും എന്ത് ചെയ്യുന്നത്, പതനം സംഭവിച്ചത്. അതുമല്ലെന്നുണ്ടെങ്കിൽ ആ നദി വറ്റിപ്പോയ സമയത്തായിരിക്കും എന്താണ് ഈ ഒരു ആളുകൾ എല്ലാവരും വേറൊരു സ്ഥലത്തേക്ക് മൈഗ്രേറ്റ് ചെയ്ത് പോയി കാണും. അതുമല്ലാന്നുണ്ടെങ്കിൽ മണ്ണിന്റെ ഫലഭൂഷ്ടി നഷ്ടപ്പെടുന്നതുകൊണ്ടായിരിക്കും ആളുകൾ മൈഗ്രേറ്റ് ചെയ്ത് പോകുന്നത്. ഈ ആളുകൾക്ക് പണ്ടത്തെ ആളുകൾക്ക് ഒരു മെയിൻ ആയിട്ടുള്ള ഒരു സംഭവം ഉണ്ട് കേട്ടോ. എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇവര് ഒരു സ്ഥലത്ത് കൃഷി ചെയ്ത് നല്ല രീതിയിൽ വിളവെല്ലാം കിട്ടിക്കഴിഞ്ഞ് കുറച്ച് നാൾ കഴിയുമ്പോൾ അവരെന്ത് ചെയ്യും, കൃഷി ചെയ്തിട്ട് അവിടെ കത്തിച്ചിട്ട് വേറൊരു സ്ഥലത്ത് പോയി വീണ്ടും കൃഷി ചെയ്യും. കുറെ നാൾ കഴിഞ്ഞ് അവരെന്ത് ചെയ്യും, ഈ കൃഷി ചെയ്ത സ്ഥലത്ത് തന്നെ തിരിച്ചു വരും. എന്തിനാണ് പറഞ്ഞതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ സമയത്ത് അത് ആ മണ്ണ് കുറച്ചും കൂടെ ഫലഭൂഷ്ടി ഉണ്ടായിരിക്കും. എപ്പോഴും ഒരു സ്ഥലത്ത് കൃഷി ചെയ്ത് കഴിഞ്ഞാൽ മണ്ണിന്റെ ഫലഭൂഷ്ടി നഷ്ടപ്പെടുമെന്നാണ് ഇവർ വിശ്വസിക്കുന്നത്. അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മുടെ ഈ ഒരു ഹാരപ്പൻ സിവിലൈസേഷൻ.